ദേ ബീഫ് കറി ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടോ? നല്ല കിടല ടേസ്റ്റ് ആട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടേ ബാ. ഒരു കുക്കർ വെച്ച് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 30 ചെറിയ ഉള്ളി ഇറച്ചിക്ക് ബെസ്റ്റതാണ് അത് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഏകദേശം ഒരു 10-15 വെളുത്തുള്ളി തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കുക. നീളത്തിലരിഞ്ഞ വലിയ കഷ്ണം ഒരു ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മുടെ കാശ്മീരി മുളക്, പിരിയൻ മുളക് ഒരു 3-4 എണ്ണം എടുത്തിട്ട് ഒന്ന് വറുത്തിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന 1 കിലോ ബീഫ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒട്ടും ചേർക്കണ്ട. നേരെ കുക്കർ അടച്ചു വെക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടുപ്പിക്കുക. അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു 3 വിസിലും കൂടെ അടുപ്പിക്കുക. മൊത്തം 4 വിസിൽ അടുപ്പിച്ച് ബീഫ് വേവിച്ചെടുത്ത് അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് പട്ട, ഗ്രാമ്പു, ഏലക്ക, തേങ്ങാക്കൊത്തും ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു വലിയ തക്കാളിയും ഒരു വലിയ സവോളയും അരിഞ്ഞതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വേവിച്ചങ്ങെടുക്കണം. അതിനുശേഷം നമ്മൾ വെന്ത് വെച്ചിട്ടുള്ള ഇറച്ചി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഈ ഇറച്ചി ഒന്ന് നല്ലപോലെ കുറുക്കിയെടുക്കണം. ഇറച്ചി ഒന്ന് നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുക ലാസ്റ്റ്. നല്ല ചൂട് പൊറോട്ട, അപ്പം, കപ്പ, പുട്ടിൻ്റെയൊക്കെ കൂടെ വെച്ച് കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ ഒരു ബീഫ് കറിയാണ് കേട്ടോ.